ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു കുക്കിങ്ങും ഉണ്ട്, അതേപോലെ ഒരു ഷോപ്പിംഗ് വീഡിയോയും കൂടി ആയിട്ടാണ്. ആങ്ങളുടെ കല്യാണമാണ്, ഉപ്പാടെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഷോപ്പിലേക്ക് തന്നെയാണ് പോയേക്കുന്നത്. ഇവിടെ ഒരു വെഡിങ് മാളുണ്ട്, അപ്പോൾ അവിടേക്കാണ് പോയത്. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഫോണിലൊന്നും കാണാനില്ല. അപ്പോൾ ഇനി അതിൽ സേവ് ആക്കാതെ എന്താണെന്നറിയില്ല, കുറച്ച് വീഡിയോസൊക്കെ പോയേക്കണം. അപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ ഒരുപാട് പൈസ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കാശുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ തീരെ കാശ് കുറവുമല്ല, എന്നാൽ നല്ല കാശിൻ്റെ ഉണ്ട് കേട്ടോ. നമുക്ക് കൂടിയതുകൊണ്ട് കുറഞ്ഞതുണ്ട്, എല്ലാ ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകൾ ഇവിടെ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ സൈസുകളും ഉണ്ട്, 5XL 7X വരെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതൊക്കെ നല്ല വർക്കുള്ള ഡ്രസ്സുകളാണ്, വലിയ റേറ്റൊന്നും ആവണില്ല. പിന്നെ ഓണത്തിനുള്ള ഡ്രസ്സുകളൊക്കെ അങ്ങനെ കുറേ ഡ്രസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറേ വീഡിയോസ് എടുത്ത് വെച്ചതായിരുന്നു, അതൊക്കെ പോയേക്കും. കണ്ടില്ല, 7XL വരെയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞത് നോക്കി, നമ്മൾ അറബിക് ഗൗണാണത്. ഇതിന് അത്ര റേറ്റൊന്നും ഇല്ല, 900-ൻ്റെ ഒക്കെ അടുത്തൊക്കെ ഉള്ളൂ. അതുപോലെ വെഡ്ഡിങ് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ മോഡൽ ഡ്രസ്സുകളുണ്ട്. ജെൻസിനുണ്ട്, പിന്നെ മക്കളുടെ ഡ്രസ്സുകളാണ് എനിക്കിഷ്ടമായത്. ഒരുപാടുണ്ട് ചെറിയ മക്കൾക്കുള്ള. ഈ പെൺകുട്ടികളുടെ ഡ്രസ്സുകളുണ്ടല്ലോ, ആൺകുട്ടികൾക്ക് ഉണ്ട്, പക്ഷെ എന്നാലും പെൺകുട്ടികളുടെ ഡ്രസ്സുകളാണ് ഒരു പ്രത്യേക ഭംഗിയാലോ. ഇത് ഉമ്മാക്കെടുത്ത അബായാണ്. അബായയുടെ മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ, നല്ല തുണിയാണ്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തുണി ഉണ്ടല്ലോ, അതേപോലത്തെ തുണിയാണ്. അതുമ്പോൾ വന്ന ബീഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണ്. അപ്പോൾ നമുക്കിങ്ങനെ കഴുകിയ കളറ് പോകും അങ്ങനെയുള്ള പേടിയൊന്നുമില്ല, നല്ല ബീഡാണ് അതിമ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിത് പോയി കണ്ടുവന്നാൽ ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ അത് എടുത്തു. പിന്നെ ഫാൻസി കടിക്കുക, അവരെ തന്നെ അപ്പുറത്ത് ഫാൻസി കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി മക്കൾക്കും പിന്നെ ഞങ്ങൾക്കും തലേദിവസം ഞങ്ങൾ കുപ്പിയോളൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടും എല്ലാം കൂടി മേടിച്ച്. കണ്ടില്ല, നല്ല നല്ല കമ്മലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ അതെ വലിയ റേറ്റൊന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങണ പോലെ നമുക്ക് എടുത്തിട്ട് വരാമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വടക മേടിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ സ്വർണ്ണമൊക്കെ ഊരി വെച്ചിട്ട് മേടിക്കണ ഇട്ടിട്ട് പോകുമല്ലോ. ഇവിടെ ഉമ്മാടക്കുന്ന ഇപ്പോഴും പരാതി കേൾക്കണു അതിനാണ്. ഇതൊന്നും ഞങ്ങൾ 2 ദിവസം വളർത്തിയിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തരായിട്ട് ഇടാൻ വേണ്ടിയിട്ട് തലേദിവസത്തേക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആരെയും ഫേസൊന്നും കാണിക്കില്ല, പക്ഷെ പറ്റാവുന്ന പോലെ ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം, പറ്റുമെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് തലേദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഷാളാണ്. തലേദിവസത്തേക്ക് ഞങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്ലാക്ക് ഡ്രസ്സാണ് എടുത്തേക്കുന്നത്, ബ്ലാക്ക് ചുരിദാർ അല്ലെങ്കിൽ അബായ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ചുരിദാർക്കാരൊക്കെ പാകിസ്ഥാനി ഷോളാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ 21 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരേപോലത്താണ് ഓർഡർ ചെയ്തത്. പക്ഷേ കിട്ടിയപ്പോൾ പലതും പല കളറായി. അപ്പോൾ ഇൻഷാ അല്ലാ അന്ന് ഇട്ടതിൻ്റെ ശേഷമാണ് ഭംഗിയുണ്ടോ ഇല്ലെന്ന് അറിയുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഉണ്ട്, നല്ല നീളമുണ്ട്, വീതിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ നമ്മൾ പറഞ്ഞ ആ ഒരു കളറിൽ കിട്ടിയില്ല എന്നുള്ളൂ. എല്ലാവർക്കും ഒരേ മോഡൽ ഒരേ കളർ വേണമെന്ന് പറഞ്ഞു ഇവർ വെറൈറ്റി കളറാക്കിയിട്ട് വിട്ടു. ഹമീസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. രസമുണ്ട്, ഷാൾ കാണാനും ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇട്ടിട്ട് ഭംഗിയുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഫേസൊന്നും കാണിക്കാതെ പിക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാൻ, ഉറപ്പൊന്നും പറയണില്ല. പറ്റുകയാണെങ്കിൽ അതിൻ്റെ പിക്കൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോണ കാരണം ഞാൻ വേഗം ഒരു കുക്കർ ബിരിയാണി, മന്തിയല്ല ബിരിയാണി അല്ല, അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കറിയും പിന്നെ അതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയി വരുമ്പോൾ നേരം വഴുകുമല്ലോ. ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുക്കറിലാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ടുള്ള സബോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരെണ്ണം തന്നെ മതി കേട്ടോ, കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ 2 നാഴി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 250-ൻ്റെ 2 നാഴി പറയുമ്പോൾ 1 കിലോന് അരി. അപ്പോൾ അതാണ് വെക്കുന്നത്. അപ്പോൾ 2 നാഴി അരിക്കുള്ളതിലേക്ക് ഒരു സബോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ ഉരുളൻകിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതും മുറിച്ച് വെക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാവുമ്പോൾ വേഗം കഴിക്കുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ മോനിക്കൊക്കെ ആണെങ്കിലും വേറെ ഒന്നും വേണ്ട, എനിക്ക് ബിരിയാണി ആയാൽ പിന്നെ ചിക്കൻ്റെ ഒരു ചെറിയൊരു മണം കിട്ടിയാൽ മതി അവനക്ക്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളകും ഒരു തുണ്ടം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ്റെ പീസ്, ഞാനിത് എന്തെങ്കിലും ചിക്കൻ മേടിച്ചാൽ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും പിന്നെ കയ്യിൻ്റെ ഭാഗമൊക്കെ എടുത്തിട്ട് പിറ്റേന്ന് ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. അതേപോലെ കുറച്ച് എല്ലില്ലാത്ത പീസ് എടുത്തേക്കും, എന്തെങ്കിലും കട്ട്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വെച്ച ഇറച്ചി പീസാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം.
ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡാൽഡയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഡാൽഡ ഇഷ്ടമില്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണെങ്കിൽ ഒഴിച്ച് കൊടുത്തോളൂ. ഞാൻ ഇവിടെ ഡാൽഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വഴണ്ടി വന്നാൽ മതി. അത് നിങ്ങൾ അരി കൂടുതൽ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സബോള കൂട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 1.5 കിലോനാണ് 250 2 കപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു സബോള എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പട്ടടയില ഉണങ്ങിയതുണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചല്ല, ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പു, പട്ട, നമ്മൾ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കണ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, നന്നായി വാടി വരുമൊന്നും വേണ്ട. ഇനി മുന്നേ നമ്മൾ അടിച്ചു വെച്ചിരിക്കണ ആ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ വേറൊന്നും ഗരം മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ ഗരം മസാല പൊടി ഇടുന്നില്ല. നമ്മൾ ചിക്കൻ ക്യൂബ് ഇടുന്ന കാരണമാണ് ഒന്നും ഇട്ട് കൊടുക്കാത്തത്. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. എന്നാൽ ടേസ്റ്റിനൊരു വ്യത്യാസമൊന്നുമില്ല. നല്ല ബിരിയാണിയുടെ അതേ രുചിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ തക്കാളി ഞാൻ 2 അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ചിക്കൻ ക്യൂബ് ഇതാ ഒരെണ്ണം നമ്മൾ മേടിക്കുമ്പോൾ 2 ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അതിലത്തെ ഒരു പീസ് എടുക്കണമല്ലോ. അപ്പോൾ അതൊന്ന് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ ഉപ്പുള്ള കാരണം നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുക്കണമില്ല. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അതൊന്ന് അലിഞ്ഞ് പോണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് മതി. ഈ തക്കാളി നമ്മൾ അടിച്ച് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ കൂടുതൽ ചിക്കനൊന്നും വേണ്ട. ചിക്കൻ ഇല്ലാതെ ഇത് വെക്കാം. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും നമ്മൾ ഇടുന്നില്ല. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കാരണം മക്കൾക്കൊക്കെ കഴിക്കാനും വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റും പിന്നെ നമ്മൾ മുന്നേ മുറിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് പിന്നെ ക്യാപ്സിക്കം അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലായുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല മല്ലിച്ചപ്പിൻ്റെ ഒരു മണമാണ്. അപ്പോൾ ഇതിവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. വീട്ടിലുണ്ടായിരുന്നതല്ല. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നിട്ട്. അപ്പോൾ ഞാൻ അതിട്ട് മല്ലിയില ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പകരം ആ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് അറിയണവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ആ ചിക്കൻ്റെ പീസും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു. ഇപ്പോൾ ആ ചിക്കൻ ക്യൂബ് കൊണ്ട് നമ്മുടെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിത് കുക്കറിൽ വെക്കണേക്കാട്ടി മുന്നേ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം വേവാൻ വേണ്ടിയിട്ട് കുറേ നേരമൊന്നും ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് അത് കഴുകിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇനി നമുക്കിപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലാണ് വെക്കണമെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ചോറൊന്നും കുഴഞ്ഞു പോവില്ല. പിന്നെ എല്ലാം നന്നായി വേവൊക്കെ ചെയ്യും. എല്ലാം ഒരേ വേവിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ആ കപ്പിലാണ് ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 കപ്പിൽ ഒരു 4 കപ്പ്, 4 ഒരു 3.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ തക്കാളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. 4 കപ്പ് തേച്ചില്ല, എന്നാൽ 3.25 കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ വെള്ളം. അത് ഓരോ കുക്കറിനനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളക്കാൻ വെക്കാം. ഒന്ന് തള വരുമ്പോൾ നമുക്കത് അടച്ച് വെക്കാം കേട്ടോ. പെട്ടെന്ന് ഞാൻ അടച്ച് വെക്കണ്ട. അപ്പോൾ ഞാൻ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി. നമുക്ക് ഒന്നും കൂടി എരിവ് വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുക്കർ അടച്ച് വെക്കുക. അടച്ച് വെച്ച് 2 വിസിലാകുമ്പോഴത്തേനും ബിരിയാണി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കച്ചമ്പറ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അച്ചാറോ കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ വേറെ കറി വെക്കണം, ഉപ്പേരി വെക്കണം, പപ്പടം പൊരിക്കണം, അങ്ങനെയുള്ള ഒരു പണിയൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് എവിടേക്കൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ 2 വിസിലുകൊണ്ട് ബിരിയാണി റെഡിയായി. ഇനി കുറച്ച് മീൻ പൊരിച്ചെടുക്കാം. മീനിവിടെ കായം പൊട്ടിയതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. ചിക്കനയിൽ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ മീൻ കൂടി പൊരിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോവുക, ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം ഇത് വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, മടി പിടിച്ച ദിവസങ്ങളിലും കുക്കർ ബിരിയാണി ഉണ്ടാക്കും. അഥവാ വല്ലയിടത്തേക്കും പോകാനൊക്കെ തിരക്കുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും എളുപ്പമാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻ ഇട്ടിട്ടുണ്ട്. മീനാണെങ്കിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് കായം പട്ടി വെച്ചതായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ നല്ല മണമാണല്ലോ. ഇനി ഞങ്ങൾക്ക് കല്യാണ തിരക്കായി. കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞു. ഇൻഷാ അല്ലാ 2-3 ദിവസം കൂടി ആയ കല്യാണമായി. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. എല്ലാവരും കൂടി ഒത്തുചേരലും എല്ലാവരെയും കാണാം. ആ കല്യാണം കഴിയണ വരെ ഭയങ്കര സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പിറ്റുന്ന വിഷമാവും. എല്ലാവരും കൂടെ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമാവും.
അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടില്ല, അപ്പോൾ എന്നെ തന്നെ കാണിക്കണില്ല, പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ കുട്ടികളെ ഡ്രസ്സുകളൊക്കെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവരെ ഫേസ് ഒന്നും കാണിക്കാതെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം പറ്റുകയാണെങ്കിൽ. അല്ലെങ്കിൽ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇനി മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ, അപ്പോൾ അത് വേഗം വെന്ത് വരുമല്ലോ. പൊരിക്കാൻ പിന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കി നോക്കുക. കണ്ടില്ലേ, ബിരിയാണി ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, കുഴഞ്ഞിട്ടില്ല, നന്നായി വെന്തിട്ടുണ്ട്. നോക്കി നോക്കിയേ, നന്നായി വെന്തത് കാണാനില്ല, അങ്ങനെ അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ ഇതേപോലൊക്കെ ഉണ്ടാക്കാത്തത് ഉണ്ടാക്കി നോക്കുക. കച്ചമ്പറും മീൻ പൊരിച്ചും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.